വൈകുന്നേര സമയം ഒരു പാടത്തിന് നടുവിലൊക്കെ ചെലവഴിക്കാൻ പറ്റിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ചായയും കടിയും ഒക്കെ കഴിക്കാൻ പറ്റിയാൽ പൊളിയായിരിക്കും. എന്തായാലും അപ്പോൾ ഒരു ചാറ്റൽ മഴ കൂടി ഉണ്ടായാൽ നല്ല വൈബാകുമെന്ന് പറയുന്നു CV അനുമോദ്. എന്തായാലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് മലപ്പുറത്ത്, കരിഞ്ചാപ്പടിയിലെ കാറ്റാടിപ്പാടത്താണ് അത്തരം ഒരു സ്ഥലമുള്ളത്. അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് CV അനുമോദ്, ഞങ്ങളുടെ പ്രതിനിധി. നേരം വൈകുന്നേരത്തില് നമ്മൾ പരിചയപ്പെടുന്നത് മലപ്പുറം രാമപുരത്തെ കാറ്റാടിപ്പാടമാണ്. ഇവിടെ ഈ പാടത്തിന്റെ പക്കത്ത് കാറ്റുകൊണ്ട് നല്ല ചൂടുള്ള പലഹാരവും ചായയൊക്കെ കുടിച്ചിരിക്കാം. ഇതാണ് കാറ്റാടിപ്പാടം ടീ സ്റ്റാൾ. ഇതിന് ചുറ്റും പാടമാണ്, എപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല തിരക്കാണ്. വിവിധ പലഹാരങ്ങൾ അത് 3 മണി മുതൽ അങ്ങനെ ചൂടോടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു, ചിലർ വാങ്ങിച്ചു പോവും, ചിലർ കാറ്റുകൊണ്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. എന്താണെങ്കിലും നല്ല വൈബാണ് ഇവിടെ. നമ്മളിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്താണ്, സ്ഥിരമാണോ ഇവിടുത്തെ ഒരു വൈകുന്നേരം വരാറുണ്ട്? എന്താ ഇവിടെ ഏറ്റവും നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നുന്നത്? പഴംപൊരി, സമൂസ. സമൂസപ്പൊട്ടിന്റെ അടുത്തായത് സമൂസക്ക് ഫേമസ് ആയിരിക്കും. ഇവിടുത്തെ ഒരു വൈബ് എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയാണ്. ഏത് സമയം കാറ്റും ഈ കാലാവസ്ഥയാണ്. നല്ല നൈസായിട്ടുള്ള കാലാവസ്ഥയാണ്. എല്ലാവർക്കും വന്ന് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ഒരുപാട് പേര് വരുന്നതാണ്. എന്നും വരുമോ ഇങ്ങനെ ഇരിക്കുമ്പോ ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്ന നമ്മള് പലഹാരം കഴിച്ച് തീർക്കുന്ന അറിയില്ലല്ലേ? അവര് ഒരുപാട് സമയമായിട്ട് കാറ്റുകൊണ്ടിരിക്കുന്നവരാണ്. സ്ഥിരം വരുന്നതാണ്. കാക്ക ഇവിടെ സ്ഥിരമാണോ, വരാറുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്? ഇവിടുത്തെ കാലാവസ്ഥ നല്ല അന്തരീക്ഷമാണല്ലോ, നല്ല കാറ്റാണ്, ഫ്രഷ് കാറ്റാണ്. പിന്നെ നല്ല റീസണബിൾ റേറ്റ് ആണ് ചായ കടി. ഇവിടുത്തെ സമൂസൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു അന്തരീക്ഷമാണ് എന്റെ വൈബ്. അതെ അതെ, അന്തരീക്ഷം. ഇവിടെ ഈ നാടൻ പലഹാരങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇതിനടുത്താണ് സമൂസപ്പൊടി. മലപ്പുറത്തിന് ഏറ്റവും പേരുകേട്ട ഈ സമൂസയ്ക്ക് പേരുകേട്ട സ്ഥലമാണ് സമൂസപ്പൊടി. അപ്പോൾ അതിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ സമൂസകൾ ഇവിടുത്തെ വളരെ വലിയ പ്രത്യേകത ഉള്ളതാണ്. നമുക്കിതിന് അടുക്കളയിലും കൂടി ഒന്ന് കയറി നോക്കാം. അവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് ചൂടുള്ള പലഹാരങ്ങളൊക്കെ ഇതിൽ നിരന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചായയുടെ സമൂഹമുണ്ട്. അമീർക്ക, എന്തായി കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? പരിപ്പോടെയാണോ ചൂടോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ലേ? ഇത് സമൂസ പരിപ്പോടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. സമൂസയുടെ പണി നടക്കുന്നു. ഏറ്റവും കൂടുതൽ ഏതുണ്ടാക്കി ഇവിടെ? ഇവിടെ സമൂസയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. പരിപ്പോട ഉണ്ട്, സുഗീന്, മസാല ബോണ്ട, മുട്ട ബജി, എല്ലാ കാര്യം ഉണ്ട്. ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചോദിച്ചു സമൂസയാണ് ഏറ്റവും കൂടുതൽ. ഇതിപ്പോ കുറച്ച് നല്ലൊരു ആംബിയൻസ് ആണല്ലോ അല്ലേ? വന്നിരുന്ന ആളുകൾ പിന്നെയും ചായ കുടിക്കുന്ന വരും. ദൂരെയുള്ള ആളുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് പാടത്ത് ഞാറൊക്കെ നട്ടിരിക്കുകയാണ്. അടുത്ത മാസം ആകുമ്പോഴേക്കും ഇതിനൊക്കെ ഭംഗിയാവും സ്ഥലം. മൊത്തം പച്ചപ്പാവും. പച്ചപ്പില് കാറ്റുകൊണ്ട് വൈകുന്നേരങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? ഇവിടെ ഏകദേശം 8 മണി 8:30 വരെ രാവിലെ തുറക്കും. 6 മണി ആകുമ്പോൾ തുറക്കും. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. കൃഷിക്കാർ കൂടുതലുള്ള ഏരിയയാണ്. എല്ലാ ഐറ്റം കൃഷി നടക്കുന്നതാണ്. വെള്ളരി, തണ്ണിമത്തൻ, പേര് കേട്ടതല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. 8 മണി വരെ 8 മണി വരെ കട ഉണ്ടാവും. എല്ലാവരും കുറെ കാലമായിട്ട് ഒപ്പം നിൽക്കണം. പരിപ്പോടെ അതിന്റെ ആ മുരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ആ സ്മെല്ല് തന്നെ നമ്മളെ വായിൽ വെള്ളം വരും. അത്രമാത്രം മുരിഞ്ഞ അതിന്റെ കളർ കണ്ടില്ലേ, സൂപ്പറാണ്. ഇതൊക്കെ ഒരിക്കലും കഴിച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പല വഴിക്കൊന്നും വരുന്നുണ്ട്. ഒന്നാമത് ഇവിടുത്തെ ഈ ക്ലൈമറ്റ്, അതേമാതിരി പരിസ്ഥിതി കൃഷിപ്പണിയൊക്കെ തുടങ്ങി. ഇത് വെജിറ്റബിൾ സമൂസയുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഇടയിൽ അല്ലേ ചിക്കൻ സമൂസയാണ്. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാച്ചാൽ ഇവിടുത്തെ മറ്റൊരു കാഴ്ച കാണാൻ പറ്റും. ഇവിടെയും കുറച്ച് പേർക്ക് ചായ കുടിക്കാനൊക്കെ ഇരിക്കാം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഐ ലവ് കാറ്റാടിപ്പാടം കണ്ടോ? കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു അടയാളമാണ് ഐ ലവ് കാറ്റാടിപ്പാടം. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. എന്താണ്, സ്ഥിരം വരാറുണ്ടോ ഇവിടെ? എന്നാലും നല്ല പ്രകൃതി ഭംഗി കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല കാറ്റുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവൂലേ? എന്താ കഴിക്കണേ മോള്? മോനെന്താ കഴിക്കണേ? എന്താ കഴിക്കണേ? അവനെന്തായാലും ഇഷ്ടമാണ്.
കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഇവിടുത്തെ പഴംപരി സമൂസ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത്? ഇവര് ambience ഒക്കെ തന്നെ ഇവിടെ കാറ്റും ഇഷ്ടമാണ് ഇവിടെ. കാണാൻ വന്നിരിക്കുന്നത്. സമയം പോണത് അറിയില്ല അല്ലേ? നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ച കൂടി കാണാം. ഈ ഒരു പാടത്തിന്റെ നടുവിലൂടെയാണ് ഈ റോഡ് ഇങ്ങനെ കടന്നു പോകുന്നത്. ഇരുവശവും പാടമാണ്. അപ്പുറത്ത് കാണാം ഞാറ് നടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ മുഴുവനെ പച്ചപ്പായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതവിടെ ഞാറിന് കൂട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പച്ചപ്പിൻ്റെ നടുവിലാണ് ശരിക്കും കാറ്റാടിപ്പാടം വരുന്നത്. നമ്മൾ എത്ര ചായ കുടിക്കുന്നോ എത്ര പലഹാരം കഴിക്കുന്നോ ഒന്നും പറയാനാവില്ല. അപ്പോൾ സമയം കിട്ടുന്നവർ ഈ വഴിയൊക്കെ പോകുന്നവർ മലപ്പുറം പെരുന്തമണ്ണ റൂട്ടിലാണ് ഈ കരിഞ്ചാപ്പടിയിൽ ഈ കാറ്റാടിപ്പാടത്തേക്കുള്ള വഴി. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, വന്നവർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഈ സ്ഥലം നമ്മളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. എന്തായാലും നന്ദി അനുമോദ്, ഞങ്ങളെയും കൂടി കാറ്റാടിപ്പാടത്തേക്ക് കൊണ്ടുപോയതിന്, നല്ലൊരു വൈബ് തന്നതിന് ഈ ഈവനിങ്ങിൽ. എന്തായാലും രാമപുരത്താണ് കരിഞ്ചാമ്പടിയിൽ. ഇനി അവിടെ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോവുക. ഇനി മലപ്പുറത്തേക്ക് പോകുന്നവർ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെടുക. എന്തായാലും നല്ലൊരു ഈവനിങ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അവിടെ നിന്ന് CV അനുമോദ്.